Good afternoon. Hello. Good afternoon, sir. Good afternoon. Yes. നമ്മൾ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം കറണ്ട് ഒരു കണ്ടക്ടറിന് ചുറ്റും, ഇതിപ്പോ ഒരു കണ്ടക്ടർ ആണെന്നിരിക്കട്ടെ, ആ കണ്ടക്ടറിലൂടെ I എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ടാവുക അല്ലെ ഒഴുകുകയാണെങ്കിൽ എന്നാ പറ്റും? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യം ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ചു, അത് കഴിഞ്ഞ് ലൈറ്റിംഗ് എഫക്റ്റ് പഠിച്ചു, മൂന്നാമതായി പഠിച്ചാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു പരിണിത ഫലം. അല്ലെങ്കിൽ മലയാളത്തിൽ ഏതെങ്കിലും വേർഡ് കിട്ടുന്നില്ല പറയണം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഈസ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറയുമ്പം ഇപ്പൊ നോക്കിക്കേ, ഒരു ഇൻസുലേറ്റഡ് വയർ ആയിരിക്കണം. ഇൻസുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം വയറാണെങ്കിൽ, ഇപ്പം ചെമ്പ് കമ്പി ആണെങ്കിൽ നമ്മൾ എടുക്കുന്നെങ്കിൽ അതിന് ചുറ്റും നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിങ് ഉണ്ടാവും അല്ലെ, നമ്മുടെ സാധാരണ വയറിനകത്ത്. അങ്ങനത്തെ ഒരു വയറായിരിക്കണം. അത് ഹെലിക്കൽ രീതി, ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ വളയ ഷേപ്പ്, സർക്കുലർ അല്ലെങ്കിൽ വളയ ഷേപ്പില് ചുറ്റിയതായിരിക്കണം. മൂന്നാമത് എന്നാ ചെയ്യണം? അതിന്റെ ഒരു വശത്തോട്ട് നമ്മൾ ഒരു കറണ്ട് കടത്തി വിടണം അല്ലെ? ഇതിനകത്തേക്ക് ഒരു കറണ്ട് കടത്തി വിടണം. അപ്ലൈ ഇലക്ട്രിസിറ്റി ടു ദിസ് ഹെലിക്കൽ കോയിൽ. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ അരികിൽ നമ്മൾ കറണ്ടായി ഇതിനകത്തേക്ക് കടത്തി വിട്ടു. അതിനകത്തോടെ ഒഴുകി 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 ഇപ്പറേ വന്ന് വെച്ച് ഈ അരികിലൂടെ ഈ കറണ്ട് താഴേക്ക് പോകും. ശരിയല്ലേ? ഞാൻ മാറ്റി ഒന്നോടെ വരയ്ക്കാം. ഇതാണ് എൻ്റെ ഹെലിക്കൽ ലൂപ്പ്. I എന്ന് പറയണ കറണ്ട് ഇതിന്റെ ഈ വശത്തോടെ എൻട്രി ചെയ്തു. ശരിയല്ലേ? അപ്പൊ ഇത് ഇവിടെ കറങ്ങുന്നത്, ഈ കറണ്ട് പോകുന്നതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഇങ്ങനെ കറണ്ട് കയറി ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ അടുത്തുനിന്ന് വലത്തേക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പം ഹിയർ ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ? നമുക്കറിയാം എസ് എന്നും എഴുതുന്നതനുസരിച്ച് എസ് ഇങ്ങനെ എഴുതി അതിന്റെ ബാക്കി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ സൗത്ത് പോൾ, എൻ ഇങ്ങനെ എഴുതി അതിന്റെ ബാക്കി വരച്ചു കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഇടത്തേക്ക് കറങ്ങുന്നത് നോർത്ത് പോൾ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ the clockwise direction, if current flowing in clockwise direction, that is south pole. If current flowing in anti-clockwise direction, that is north pole. നമ്മൾ പറഞ്ഞില്ലേ, ഈ എന്നിന്റെ കാര്യം ഓർത്തിരുന്നാൽ മതി. ആന്റി ക്ലോക്ക്വൈസ്, ദാറ്റ് ഈസ് ഫോർ നോർത്ത് പോൾ. നമ്മളിവിടെ കറണ്ട് ഇതിലേ കയറി, അപ്പൊ ഇത് ക്ലോക്ക് വൈസിലാണ്, സോ ഇറ്റ് ഈസ് നോർത്ത് പോൾ. ഈ സോളിനോയിഡിന്റെ ഈ എൻഡ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ വരുമ്പോ എങ്ങനെയാ കറണ്ട് കറങ്ങണേ? ഇങ്ങനെ കറങ്ങി പുറത്തേക്ക് പോവോ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയാ കറങ്ങണേ? ആന്റി ക്ലോക്ക് വൈസ്, സോറി, പിന്നെ വലത്തേക്ക് കറങ്ങും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് കറങ്ങുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് ഏത് പോളായിരിക്കും? ഇത് ഏത് പോളായിരിക്കും? സൗത്ത്. ഇത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി നമ്മുടെ ഫീൽഡ് കാന്തം അല്ലെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് അല്ലെ ഒരു ബാർ മാഗ്നറ്റിന്റെ കാര്യം പഠിച്ചായിരുന്നു അല്ലെ? ഒരു ബാർ മാഗ്നറ്റ് നമ്മളിപ്പോ എടുത്ത് ഇവിടെ ഇപ്പൊ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്താല് അതിന് ഇതുപോലെ എന്തുണ്ട്? ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. ഫീൽഡ് ലൈൻ എവിടെ തുടങ്ങും? നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ തീരും, പുറം വശത്ത്. ഇനി അകത്ത് തന്നെ ആയും
സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോൾ ഏത് പോകും? ഇത് സിമിലർ ആയിട്ട് ഇവിടെ നമ്മളിപ്പം ഇലക്ട്രിസിറ്റി കൊടുത്ത് ഉണ്ടാക്കിയ ഒരു മാഗ്നറ്റ് അല്ലെ. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ബി കോൾഡ് അൻ ഇലക്ട്രോ മാഗ്നറ്റ്. ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഇനി ഇതിപ്പോ കറണ്ട് കടത്തി വിട്ടിട്ട് ഇതിനടുത്ത് ഇത് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ എന്ന് അറിയാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ അന്ന് പഠിച്ചില്ലേ മാഗ്നറ്റിക് കോമ്പസ് അല്ലെ മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് കേട്ടു അല്ലെ. ഒരു മാഗ്നറ്റിക് നീഡില് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ അതിനെന്ത് പറ്റും? ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പൊ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുപോയി വെക്കുവാണെങ്കിൽ അത് നോർത്ത് പോളിനും സൗത്ത് പോളിനും അക്രോസ് ആയിട്ട്, ഇപ്പൊ നോർത്തിന്റെ വശത്തേക്ക് സൗത്തും സൗത്തിന്റെ വശത്തേക്ക് നോർത്തും ആയിട്ട് ഇങ്ങനെ ഇവിടെ അലൈൻ ചെയ്യും ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെ മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ. സോ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുന്നത് കൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ ഏതാണ്? നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ? അതായത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് the poles of the electromagnet by using an അല്ലെങ്കിൽ ഒരു ഇതിന്റെ magnetic by using a magnetic needle, the direction or the poles of the magnet. അപ്പൊ നമ്മൾ പഠിച്ചു ഇത് നോർത്ത് പോൾ ആണ്, ഇത് സൗത്ത് പോൾ ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എവിടുന്ന് എങ്ങോട്ടാണ് ഫീൽഡ് ലൈൻസ് പോണത്? നോർത്ത് പോളിൽ നിന്ന് ഫീൽഡ് ലൈൻ തുടങ്ങി സൗത്ത് പോളിൽ വന്ന് അകത്തോടെ എങ്ങനെ ചെയ്യും? സൗത്ത് പോളിലൂടെ കയറി നോർത്ത് പോൾ വരും. ഇങ്ങനെ ഇവിടെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇങ്ങനെ ഈ വശത്തേക്ക് നമുക്ക് ഈ ഹെലിക്കൽ കോയിലിന് ചുറ്റും ഫീൽഡ് ലൈൻസിനെ വരയ്ക്കാം. അപ്പൊ എവിടെയാണോ ഇത് കയറുന്നത് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് കോൾഡ് നോർത്ത് പോൾ. ആരോ നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. ഇവിടുന്ന് ഫീൽഡ് ലൈൻ പുറത്തേക്ക് പോവാണ്, ഇവിടെ ആരോ പുറത്തേക്കുള്ള ഡയറക്ഷനിൽ കൊടുക്കണം. ഈ ഫീൽഡ് ലൈൻ ഇവിടെ വന്ന് തിരിച്ച് ഇതിനകത്തേക്ക് വരും, ദാറ്റ് ഈസ് സൗത്ത് പോൾ. ഓൾ ഫീൽഡ് ലൈൻസ് എൻറ്ററിങ് ഇൻ ടു ദ കോയിൽ. ഇവിടെ എല്ലാം പുറത്തേക്ക് പോവും, ഇവിടെ എല്ലാം അകത്തേക്ക് വരും. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ നിറച്ച് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. ഇനി ഒരു പോയിന്റ് ഇവിടെ പറയുന്നത് ഇതാണ്, ഈ ഇപ്പൊ നോക്കിയേ ഈ നമ്പർ ഓഫ് കോയിൽ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ ഞാൻ എടുക്കുമല്ലേ. എനിക്ക് വേണേൽ 5 കോയിലാക്കാം, 10 കോയിലാക്കാം, 15 കോയിലാക്കാം, 20 കോയിലാക്കാം, എന്നാ വേണമെങ്കിലും ചെയ്യും. ഈ കോയിലിന്റെ എണ്ണം കൂട്ടിയാൽ എന്നാ പറ്റും? കൂടുതൽ കറണ്ട് ഇതിനകത്തോടെ ഒഴുകിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ഈ സോളിനോയിഡിന്റെ സ്ട്രെങ്ത് അല്ലെ അതിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് എന്നാ ചെയ്യണം? വി ക്യാൻ increase the number of turns. എന്നാ ചെയ്യണം? മാഗ്നറ്റിന് അല്ലെങ്കിൽ നമ്മൾ മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസുലേറ്റർ വയറിന്റെ എണ്ണം കൂട്ടിയാൽ മതി അല്ലെ. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇതിനകത്തോടെ കറണ്ട് കടത്തി വിടും. അപ്പൊ ആ കറണ്ടിന്റെ അളവ് കൂട്ടിയാൽ ഐയുടെ വാല്യൂ ഇൻക്രീസ് ദ കറണ്ട് ഇന്റൻസിറ്റി. വി ക്യാൻ ഇൻക്രീസ് ദ കറണ്ട് ഇന്റൻസിറ്റി. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? മൂന്നാമതൊരു പോയിന്റ് ഞാൻ പറയാൻ പോവാണ്. ഇതിനകത്തോട്ട് നമുക്കൊരു സോഫ്റ്റ് അയൺ കോർ വെക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം സോഫ്റ്റ് അയണിന്റെ കാര്യം പറഞ്ഞു. സോഫ്റ്റ് അയണിന് ചുറ്റും നമ്മളൊരു ഇലക്ട്രോ അല്ലെങ്കിൽ ഒരു ഇത് വൗണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ വൗണ്ട് ചെയ്തിട്ട് അതിലൂടെയാണ് നമ്മളത് കടത്തി വിടുന്നതെങ്കിൽ എന്നാ പറ്റും? അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ അളവ് അല്ലെ സ്ട്രെങ്ത് കൂടും. അപ്പം ആദ്യം അങ്ങ് എടുത്താൽ മതി. ആദ്യം ഒരു സോഫ്റ്റ് അയൺ എടുക്കുക, ഒരു സോഫ്റ്റ് അയൺ കോർ എടുക്കുക. ആ സോഫ്റ്റ് അയൺ കോറിന് ചുറ്റുമായിട്ട് എന്നാ ചെയ്യണം? നമ്മളുടെ ഈ ഹെലിക്കൽ കോയിലിനെ അങ്ങ് ചുറ്റിയാൽ മതി. സോ പ്ലേസ് എ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദ ഹെലിക്കൽ കോയിൽ. പ്ലേസ് സോഫ്റ്റ് അയൺ, പച്ചിരുമ്പ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് വേണേൽ കൂട്ടാം. ഈ കമ്പിച്ചുരുളിന്റെ ഈ വൗണ്ടിങ് കൂടുതൽ കൂടുതൽ വലിയ ചുറ്റുകളായിട്ട് ചുരുട്ടി വെക്കുവാണെങ്കിൽ അതിനകത്ത് കൂടുതൽ വലിയ ഹെലിക്കൽ അല്ലെങ്കിൽ കൂടുതൽ വലിയ സോഫ്റ്റ് അയൺ വെക്കാം. അതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം. എന്നു വെച്ചാൽ കഴിഞ്ഞ ദിവസം അലീന എന്ന ക്വസ്റ്റ്യൻ പേപ്പർ 4 പോയിന്റ് എഴുതാനാ പരീക്ഷയ്ക്ക് പറഞ്ഞ അല്ലേ. അലീന ക്വസ്റ്റ്യൻ ഓർക്കുന്നില്ലേ? ഹൗ ക്യാൻ ബി ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്ട് ഓഫ് എ സോളിനോയിഡ് എന്നായിരുന്നു ചോദ്യം. എങ്ങനെ കൂട്ടാന്ന്? ഏതൊക്കെ പോയിന്റ് എഴുതിയേ? കമ്പികളിലല്ല കമ്പിച്ചുരുളിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് എഴുതി,
പിന്നെ കറണ്ടിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക എന്ന് എഴുതി, ഇത് എഴുതിയില്ലായിരുന്നു. പ്ലേസ് എ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദ ഹെലിക്കൽ കോയിൽ. ഒരു സോഫ്റ്റ് അയൺ നമ്മുടെ ഹെലിക്കൽ കോയിലിനകത്ത് വെക്കുക. ഓഫ് ദ ഹെലിക്കൽ കോയിൽ. 4 പോയിന്റ് നമ്മുടെ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്ക് 39 കിടക്കുന്ന പോലെ അവിടെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് തന്നെ ഉള്ളൂ. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ അയൺ കോർ. ഈ സോഫ്റ്റ് അയൺ കോറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിക്കാം. മനസ്സിലായി? ഇപ്പൊ കമ്പിച്ചൂരിൽ കുറച്ച് വലുതായിരിക്കണം, എന്നാലേ അതിനകത്ത് വെക്കുന്നതിന്റെ ഏരിയ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എന്താണ് സോഫ്റ്റ് അയൺ. ഇപ്പൊ 4 പോയിന്റ് ഇപ്പൊ കിട്ടിയല്ലോ, ഇനി അത് എഴുതാതിരിക്കില്ല. അപ്പൊ നമ്മൾ ഇതാണ് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടത്തി വിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും ഒരു മാഗ്നറ്റ്. എനിക്കൊരു കാന്തം ഉണ്ടാക്കണം, ഒരു മാഗ്നറ്റ് ഉണ്ടാക്കണം. അതിനെന്നാ ചെയ്യണം? ഒരു ഇൻസുലേറ്റഡ് ഹെലിക്കൽ സ്പ്രിങ് പോലെ ഇരിക്കുന്ന ഒരു വയർ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വയർ ഇൻസുലേറ്റഡ് ആയിരിക്കണം. അതിനെ ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും വൗണ്ട് ചെയ്തെടുക്കുക, അല്ല അതിന് ചുറ്റും ചുറ്റിയെടുക്കുക. ഒരറ്റത്തോടെ നല്ലൊരു കറണ്ട് കയറ്റി വിടുക, മറ്റേ അറ്റത്തോടെ കറണ്ട് ഇറങ്ങി പൊക്കോളും. അതിന്റെ സൈഡ് വഴി നമ്മുടെ ഈ മാഗ്നറ്റിക് നീഡിലിനെ കൊണ്ടേ കാണിക്കുകയോ കുറച്ച് ഇരുമ്പ് കൂടി കൊണ്ട് ഇടുവാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് എന്നാ പറയാം, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടായി എന്ന്. ആക്ച്വലി സോളിനോയിഡ് ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്. മനസ്സിലായോ? അലീന പോയിന്റുകൾ കിട്ടിയോ? അലക്സേ, ഇവിടെ ഈ ചോദ്യം നോക്കണം. രണ്ടാമത് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് ഹൗ ക്യാൻ ബി ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് സ്ട്രെങ്ത് എങ്ങനെ കൂട്ടാന്നുള്ളതിന്റെ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ്, ഇൻക്രീസ് ദ കറന്റ് ഇന്റൻസിറ്റി പാസിംഗ് ത്രൂ ദ helical coil, place a soft iron inside the helical coil, again increase the area of cross section of the soft iron. ആ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് അയൺ. അതോടെ ഒന്ന് എഴുതിയിട്ടായിട്ട് വരച്ചടയാളപ്പെടുത്തി എഴുതിത്തേ. അതായത് സോളിനോയിഡ് ഇപ്പം മലയാളത്തിൽ പറയുമ്പോൾ കവചമുള്ള കമ്പി, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇതാണ് കമ്പി എന്ന് വെച്ചാൽ ഇത് നോക്കും, ഈ പടം നോക്കുക. ബ്രൗൺ കളറിൽ നമ്മുടെ ചെമ്പ് കമ്പി ഇരിക്കുകയാണ്. ചെമ്പ് കമ്പിക്ക് ചുറ്റും നമ്മുടെ നീലയാണോ ചുവന്നതാണോ ഏതാണോ അതിന്റെ ഇൻസുലേഷൻ. അപ്പം സർക്കുലാർ ഒന്നൂടെ വായിച്ചേ. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ജാലകമാണ് സോളിനോയിഡ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇൻസുലേഷൻ ഉള്ള പുറത്ത് പ്ലാസ്റ്റിക് ഉള്ള കവചം ഉള്ളതിനെ നമ്മൾ സർക്കിൾ ആകൃതിയിൽ ചുറ്റിയെടുക്കണം. ഇതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ചില ഡെഫിനിഷൻ മലയാളത്തിൽ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ്, സർക്കിൾ ആകൃതിയിൽ ചുറ്റിയിട്ടുള്ള കവചം. കവചക ചാലകം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടക്ടർ. ഇതിനകത്തിരിക്കുന്ന ചെമ്പ് കമ്പിയാണ്, അത് ചാലകം. ചാലകത്തിന് ചുറ്റും നമുക്ക് ഈ കവചം ഇങ്ങനെ കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെ ചുറ്റിയെടുത്തിരിക്കുന്ന ചാലക കവചം ചുറ്റിയെടുത്തിരിക്കുന്നതാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. പരീക്ഷയ്ക്ക് ചോദ്യം വരുക, സോളിനോയിഡിന്റെ പ്രവർത്തന തത്വം, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ, എന്നാ ചെയ്യുന്നേ? അത് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട്. ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് പോകുന്ന കറണ്ടിന് ചുറ്റും ഉണ്ടാകും. അപ്പൊ അതൊന്നും വായിച്ച് മലയാളത്തിൽ നിന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് വൈദ്യുതിയുടെ കാന്തിക ബലം. വൈദ്യുതിയുടെ കാന്തിക ബലം. അത് മതി. വൈദ്യുതിയുടെ കാന്തിക ബലം കേട്ടോ, അങ്ങനെ ചോദിച്ചെഴുതണം. സോളിനോയിഡ് പ്രവർത്തനത്തിന് ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. എഴുതണം കേട്ടോ അലക്സ ട്രീസ. ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, അല്ലെങ്കിൽ വൈദ്യുതിയുടെ കാന്തിക ഫലം. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ സോളിനോയിഡ്. പ്രിൻസിപ്പിൾ ഓഫ് ദ സോളിനോയിഡ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എഴുതണം, ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി.
ഇവിടെ നമ്മൾ ഈ സോളിനോയിഡിനെ ഒരു ഡിവൈസ് ആയിട്ട് വിളിക്കുവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ എന്നാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റ്? ഒരു സോഫ്റ്റ് അയണിന് ചുറ്റും ഒരു ഇൻസുലേറ്റഡ് വയറ് ഹെലിക്കൽ രീതിയിൽ ചുറ്റിയിരിക്കുന്നതിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമ്പം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ? ഇവിടെ നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കിയെടുക്കുമല്ലേ കറണ്ട് കൊടുത്ത്. അത് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഹിയർ ദ ഇലക്ട്രിസിറ്റി ഈസ് കൺവേർട്ടഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട്. അങ്ങനെ ഒരു സോഫ്റ്റ് അയൺ വെച്ചിട്ട് അതിന് ചുറ്റും ഹെലിക്കൽ കോയിൽ ചുറ്റി അതിന് ചുറ്റും മാഗ്നറ്റിക് എഫക്ട് ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പൊ മാഗ്നറ്റ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പെർമനന്റ് മാഗ്നറ്റ്, നമ്മൾ പറയുന്ന നമ്മുടെ ഈ മേടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബാർ മാഗ്നറ്റ്, റെഡ് നിറത്തിൽ നോർത്ത് പോൾ ഒരു പോയിന്റ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ബാർ മാഗ്നറ്റ് അല്ലെ പെർമനന്റ് മാഗ്നറ്റ്. കറണ്ട് കൊടുക്കുമ്പം ഇവ മാഗ്നറ്റ് ആവും അല്ലെ? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് കടത്തി വിടുമ്പോൾ മാത്രം മാഗ്നറ്റ് ആയിരിക്കും. കറണ്ട് പിൻവലിച്ചാലോ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പോകും. അങ്ങനെ കറണ്ട് കൊടുത്തുകൊണ്ട് മാഗ്നറ്റ് ആക്കി നമുക്ക് വേണ്ടപ്പോൾ അതിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിക്കാം. സോ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ നോക്കി ഇലക്ട്രോ മാഗ്നറ്റ് ചോദ്യം മലയാളത്തിലാണോ ഇംഗ്ലീഷാണ്? ഇപ്പൊ അലീനെ മലയാളത്തിൽ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. ഒരു പച്ചിരുമ്പ് കോർ നടുക്ക് വെച്ചു അല്ലെ? പച്ചിരുമ്പ് കോറിന് ചുറ്റും ഒരു കവചജാലകം വർത്തുളാകൃതി അല്ലെ വൃത്താകൃതിയിൽ ചുറ്റിയെടുക്കുന്നു. ആ കമ്പിച്ചൂരലിന്റെ ഒരറ്റത്തോടെ നമ്മൾ ഒരു കറണ്ട് കടത്തി വിടുമ്പോൾ ആ എന്നാ പറയണ കമ്പിച്ചൂരലിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത കാന്തം. നമ്മൾ ഇവിടെ പറയും ഇലക്ട്രോ മാഗ്നറ്റ്. അതെന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ സ്ഥിരകാന്തവുമായി വ്യത്യാസമുണ്ട്. എപ്പോഴാണോ കറണ്ട് കൊടുക്കുന്ന അപ്പം മാത്രം അവൻ മാഗ്നറ്റായി വർത്തിക്കും. അതിനുശേഷം കറണ്ട് മാറ്റി കഴിയുമ്പോഴോ അവന്റെ മാഗ്നറ്റിക് എഫക്റ്റ് പോവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? നേരത്തെ എഴുതുമ്പം ആ ഡെഫിനിഷൻ അതുപോലെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. എഴുതിയെടുത്തേ. അതായത് ഇവിടെ നമ്മളിപ്പം മാഗ്നറ്റിന്റെ ഈ വശം, ഇനി ഇവിടെ ഇത് മാഗ്നറ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്നതിനെ കൊണ്ടുവരുന്നത് ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ അതിന് മാഗ്നറ്റിക് സൂചിനെ കൊണ്ടുവരും. ഇപ്പൊ ഈ വശത്ത് കൊണ്ടുവരുമ്പം മാഗ്നറ്റിക് സൂചി ഒരു വശത്തേക്ക് ചലിച്ചു കഴിഞ്ഞാല് ഈ വശത്ത് കൊണ്ടുവരുമ്പോ അതിനായും അപ്പുറത്തെ സ്ഥലത്തോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചലിക്കും. അതിന്റെ കാരണം എന്നാണ്? ഇതിന്റെ ഈ രണ്ട് വശവും എന്താണ്? രണ്ട് ധ്രുവങ്ങളാണ്. കറണ്ട് കയറി പോകുന്ന അഗ്രം എന്ന് പറയുന്ന നോർത്ത് പോളും ഇറങ്ങി വരുന്നത് സൗത്ത് പോളുമാണ്. അപ്പം വൺ സൈഡ് ഈസ് നോർത്ത് പോൾ അല്ലെങ്കിൽ ഉത്തര ധ്രുവമാണ്, മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് പോൾ അല്ലെ ദക്ഷിണ ധ്രുവമാണ്. അപ്പം ഒരു മാഗ്നറ്റിക് കോമ്പസ് അല്ലെ നീഡിൽ കൊണ്ടുവന്നത് കൊണ്ട് ആ കാന്തത്തിന്റെ ചുറ്റും ഉണ്ടായിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ഒരു മാഗ്നറ്റിക് സൂചി അവിടെ കൊണ്ടുവരിക, ആ മാഗ്നറ്റിക് സൂചിയിൽ ഉണ്ടാകുന്ന വിഭ്രംശം, അങ്ങനെയാണ് ആ വാക്ക്, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന എത്രമാത്രം വ്യതിചലനം ഉണ്ടാകുന്ന നോക്കി by knowing the deflection of the magnetic compass we can study the different poles, north poles and south pole. അത് അതിന്റെ ആൻസർ ആയിട്ട് എഴുതിയത് കേട്ടോ. എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ രണ്ടും ധ്രുവമാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുകയോ അല്ലെ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയോ, ഇതെല്ലാം അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കോമ്പസ് നീഡിൽ കൊണ്ടുവരിക, ഈ പറഞ്ഞ കാര്യം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. നമ്മൾ ബാർ മാഗ്നറ്റ് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എല്ലാം ഇപ്പൊ അറിയാലോ അല്ലെ ലക്ഷേ? ഒരെണ്ണം നോർത്ത് പോൾ ആയിരിക്കും, ഒരെണ്ണം സൗത്ത് പോൾ ആയിരിക്കും. പിന്നെയോ ഫീൽഡ് ലൈൻസ് എവിടെ തുടങ്ങും? അത് എഴുതണോ? ഒന്നുകൂടെ എഴുതണോ? വേണ്ടല്ലോ. നോർത്തിൽ തുടങ്ങും, സൗത്തിൽ തീരും. അകത്തോടെ സൗത്തിൽ തുടങ്ങും, നോർത്തിൽ തീരും. ഇനി വ്യത്യാസം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്. ഇവിടെ നമ്മൾ എന്നാ ചെയ്തേ? കമ്പിച്ചൂറിലെടുത്ത് കമ്പിച്ചൂറിന്റെ അകത്തോടെ
കറണ്ട് കടത്തി വിടുക. ഇത് ഐ എന്ന് പറഞ്ഞ കറണ്ട് കടത്തി വിട്ടു. അത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ, തിരിഞ്ഞു വരുവാണെങ്കിൽ അവിടെ വേണം നമുക്ക് പോൾസും ചേഞ്ച് ചെയ്യാൻ വേണം എഴുതാം. ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്, ഇറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. പിന്നെ എന്നാ ഉള്ളേ, എപ്പോഴും ഇവന്റെ ശക്തി അല്ലെ ഇവന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെ. ഇവിടെ വെച്ചാൽ എവിടെ വെച്ചാലാണ് ഇവന് വലിച്ചു. പക്ഷെ ഇവിടെയോ ബൈ ചേഞ്ചിങ് കറണ്ടിന്റെ അളവ് കൂട്ടിക്കൊണ്ട് മാഗ്നറ്റിക് സ്ട്രെങ്തിനെ വ്യത്യാസപ്പെടുത്തുക. ബൈ ചേഞ്ചിങ് the intensity of current, intensity of I, we can change the strength of the magnet. ഇവിടെ എങ്ങനെ തന്നെയായിരിക്കും? മാഗ്നറ്റിക് സ്ട്രെങ്തിന് എന്തെങ്കിലും വ്യത്യാസം പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്തെടുത്താൻ പറ്റുമോ? ഇല്ല. മാഗ്നറ്റിക് സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്. അങ്ങനെ ചോദിച്ച വ്യത്യാസമായിട്ട് എഴുതണം കേട്ടോ. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ എ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്? അങ്ങനെ ചോദ്യം കഴിഞ്ഞാൽ ദിസ് ഈസ് ബാർ മാഗ്നറ്റ്, this is solenoid. സിമിലാരിറ്റി പറയുന്ന പോലെ പറയണം. രണ്ടിനും നോർത്ത് പോൾ ഉണ്ട്, രണ്ടിനും സൗത്ത് പോൾ ഉണ്ട്, രണ്ടിനും ഫീൽഡ് ലൈൻസ് ഉണ്ട്. നോർത്തിൽ തുടങ്ങും, സൗത്തിൽ തീരും. ഫീൽഡ് ലൈൻ പ്രോസസ് ആയിരിക്കും. ഫീൽഡ് ലൈൻ്റെ എണ്ണം കൂടിയ സ്ട്രെങ്ത് കൂടും, എണ്ണം കുറഞ്ഞ സ്ട്രെങ്ത് കൂടും. ഇതെല്ലാം പറയണം. പക്ഷെ വ്യത്യാസം പറയുമ്പം രണ്ട് പോയിന്റ് കൃത്യമായിട്ട് എഴുതണം. ഇറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ്, മറ്റേതോ ഇറ്റ്സ് എ ടെമ്പററി മാഗ്നറ്റ്. By changing the intensity of the current, we can change the strength of the magnet. But we cannot be change the strength of the magnet. That is the differences between bar magnet and solenoid. ഇവിടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പോയിന്റോടെ പറയാം, നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും സെയിം ആയി ഇവിടെ അല്ലെ. നോർത്ത് ഇവിടെ തന്നെ ആയിരിക്കും, സൗത്ത് ഇവിടെ തന്നെ ആയിരിക്കും. മാഗ്നറ്റിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിച്ചു വെച്ചെന്ന് കഴിഞ്ഞ് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പം നോ ചേഞ്ച് ഇൻ പൊളാരിറ്റി അല്ലെ പോൾസ് നേടിയത് കേട്ടോ. നോ ചേഞ്ച് ഇൻ പോൾസ്. ഇവിടെയോ കറണ്ട് കയറി പോകുന്ന ഇറങ്ങി പോകുന്നതിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് വി ക്യാൻ ചേഞ്ച് ദ പോൾസ്. നോർത്ത് പോൾ ഇപ്പം കറണ്ട് ക്ലോക്ക് വൈസിൽ പോയി കഴിഞ്ഞാൽ അല്ലെ കറണ്ട് അതിനകത്തോട്ട് കയറുവാണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതേതായിരിക്കും? ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഇവിടെ കയറ്റി വിട്ട് ഇത് സൗത്ത് പോൾ ആണ്, ഇതോടെ കറണ്ട് ഇറങ്ങി വരുമ്പോൾ അത് നോർത്ത് പോൾ ആണ്. വേറൊരു എക്സ്പെരിമെന്റില് ഇതിലേ കയറ്റി വിട്ടാൽ എന്താവും? അവിടെ സൗത്ത് പോൾ ആവും. മനസ്സിലായോ? ഇനി ഇതിന് പകരം ഇവിടുന്ന് മുകളിലോട്ട് കറണ്ട് കയറ്റി വിടുവാണെങ്കിൽ ഇത് സൗത്ത് പോൾ ആവും. ഇവിടെ തിരിഞ്ഞ് കറണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണെങ്കിൽ ഇത് നോർത്ത് പോൾ ആവും. അപ്പം ഈ മാഗ്നറ്റിന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ പോളുകൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എപ്പോൾ വേണേലും നമുക്ക് മാറ്റാം. പക്ഷെ ബാർ മാഗ്നറ്റ് എങ്ങോട്ട് ഇട്ടാലും തിരിച്ചിട്ടാലും മറച്ചിട്ടാലും എന്നാ ചെയ്താലും ഇവിടെ വീണ്ടും നോർത്ത് പോൾ തന്നെയായിരിക്കും, ഇവിടെ എപ്പോഴും സൗത്ത് പോൾ തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരുവിധ ചേഞ്ചും വരുത്താൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ലേ ആ പോയിന്റോടെ? നമുക്ക് ഒരു പോയിന്റോടെ ഡിസ്കസ് ചെയ്യണം. Based on the what are the factors affecting the strength of the magnetic field of the solenoid. ഇവിടെ ഉണ്ടാകുന്ന ഈ സോളിനോയിഡിന്റെ ഏതൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ മാറ്റം വരുത്തി, ഞാൻ ആദ്യം പറഞ്ഞതാണെന്ന്, എന്തൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. അതിനെ എഴുതിയിട്ട് ആൻസർ ശരിയായില്ലെന്ന് പറഞ്ഞ ചോദ്യം എങ്ങനെയൊക്കെയാണ്, എന്നൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടുക, ഓർ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. അടുത്ത പോയിന്റ് എന്നാ? കടന്നു പോകുന്ന
കറണ്ടിന്റെ ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കണം. ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് കറണ്ട്. ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ കറണ്ട്. ഇനി ഞാൻ മൂന്നാമായിട്ടൊരു പോയിന്റ് എന്നാ പറഞ്ഞേ, ഈ ചേണിനകത്ത് പ്ലേസ്ഡ് എ സോഫ്റ്റ് അയൺ. പ്ലേസ്ഡ് എ സോഫ്റ്റ്, അത് എഴുതിയെടുത്തായിരുന്നു മുമ്പ് തന്നെ. പ്ലേസ്ഡ് എ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദ സോളിനോയിഡ്. സൈഡ് ഓഫ് ദ സോളിനോയിഡ്. പിന്നെ എന്നാ ഒരു പോയിന്റ് പറയാൻ പറ്റണേ, increase the area of cross section of the soft iron. സോഫ്റ്റ് അയൺ എഴുതിയാൽ മതി കേട്ടോ. സോഫ്റ്റ് അയൺ വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള കമ്പിച്ചുരുളിന്റെ ഏരിയ വർദ്ധിച്ചോളും. ഇൻക്രീസ് ചെയ്യണം. അല്ലെങ്കിൽ ഞാനൊന്ന് മലയാളത്തിൽ പറഞ്ഞുതരാം. നമ്മള് ഈ പച്ചിരുമ്പിന് ചുറ്റും വെച്ചിരിക്കുന്ന കമ്പിച്ചുരുളുകളുടെ എണ്ണം കൂട്ടണം. കമ്പിച്ചുരുളിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ അളവ് കൂട്ടണം. നമ്മൾ പറഞ്ഞ പോലെ ഈ കമ്പിച്ചുരുളിനകത്ത് ഒരു പച്ചിരുമ്പിന്റെ കോറ് വെക്കണം. ഈ പച്ചിരുമ്പിന്റെ വലിപ്പം അല്ലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടിക്കൊണ്ടും നമുക്ക് ഒരു സോളിനോയിഡിലെ അല്ലെങ്കിൽ എന്നാ സ്ഥിരകാന്ത അല്ലാത്ത ഒരു താൽക്കാലിക കാന്തത്തിന്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക. 4 പോയിന്റ് എഴുതണം. 1/4 മാർക്ക് വീതേ കാണുള്ളൂ. 1 മാർക്ക് അല്ലെങ്കിൽ അര മാർക്ക് വീതാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഒരെണ്ണം പോലും മറന്നു കളഞ്ഞാൽ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, increase the area of cross section of the soft iron core, place a soft iron core inside the magnet. ആദ്യം അത് പറഞ്ഞു കേട്ടോ, place the soft iron core. ഞാൻ ആ ഇൻക്രീസ് വെച്ച് 3 ഒരുമിച്ച് പറഞ്ഞു. So increase the number of turns, increase the intensity of the current, place a soft iron core inside the solenoid, increase the area of cross section of the soft iron. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഹെഡിങ്, യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. മാഗ്നറ്റിക് എഫക്റ്റ് അത് നമ്മൾ പറഞ്ഞപ്പോ മാഗ്നറ്റിക് എഫക്റ്റിന് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു. ഈ ചാപ്റ്ററിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോ അല്ലെങ്കിൽ നമുക്കിപ്പം അറിയാം എവിടെയൊക്കെ നമ്മൾ ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഉപയോഗിക്കുന്ന. ഫാൻ നമ്മൾ കറങ്ങുന്നുണ്ട്, മോട്ടർ പറഞ്ഞുതരാം ഞാൻ. കറണ്ട് മോട്ടറിലോട്ട് നമ്മൾ കറണ്ട് കൊടുക്കുന്നു, അത് കറങ്ങി എങ്ങനെയോ അത് വെള്ളം അടിക്കുന്നുണ്ട്. ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പല ഡിവൈസ് ഉണ്ട്. 1-2 ഡിവൈസ് പറഞ്ഞേ. ഫാന്, മോട്ടർ, ജനറേറ്റർ. ഇതൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നു. എനിക്ക് ഒരു കണ്ടക്ടർ ഇതാണ് നോക്കുക. ഇതൊരു കണ്ടക്ടർ. ഓക്കെ, ഈ കണ്ടക്ടറിലൂടെ നമ്മൾ പറഞ്ഞ പോലെ ഒരു കറണ്ട് കടന്നു പോവാണ്. ഇറ്റ് ഈസ് ഐ. ഇതൊരു സർക്കുലർ കോയിലാണ്. അല്ലെ കണ്ടക്ടർ കറണ്ട് പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണെങ്കിൽ കറണ്ട് പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ അല്ലെ, അതിന് ചുറ്റും അല്ലെ അതിന് 90 ഡിഗ്രി ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ലെറ്റ് കൺസിഡർ ഇറ്റ് ഈസ് ദിസ് ഡയറക്ഷൻ. അതുകൊണ്ട് നമുക്ക് വേറൊരു കളർ കൊണ്ട് വരയ്ക്കാം, അപ്പം കുറച്ചുകൂടെ ഒരു എളുപ്പം കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഈ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും നമ്മളിപ്പോ പഠിച്ചു. ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ വേണേ ബി കൊണ്ടൊന്ന് എഴുതുക കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി എന്നൊക്കെ പറയും. ഇത്രയും നിങ്ങൾ പറയണ്ട. ദിസ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കാന്തിക മണ്ഡലം ഇങ്ങനെയാ കറണ്ട് പോണേന് അതിന് ചുറ്റും ഇങ്ങനെ ഈ വശത്തോട്ട്, അപ്പൊ പെർപെൻഡിക്കുലർ അല്ലേ, ഇങ്ങോട്ടുണ്ടായാൽ ഇന്നത്തെ പോയിന്റ് ആണ് വേണ്ടേ. ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാല് ഇവിടെ കറണ്ട് എങ്ങോട്ടാണോ മാഗ്നറ്റ് എങ്ങോട്ടാണോ അതിന് രണ്ടും പെർപെൻഡിക്കുലർ. ഇതിപ്പോ ഞാൻ സ്ക്രീനെ വരച്ചേക്കുക. ഇതെന്ന് പറയണ ഏതാണ്? എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക അല്ലേ. ഇതെന്ന് പറയണ ഏതാണ്? വൈ ആക്സിസ് ആയിട്ട് എടുക്കുക. അങ്ങനെ ഒരു ഇസഡ് ആക്സിസ് ഉണ്ടല്ലോ, ഈ ബോർഡ് തുളഞ്ഞ് ഇതിനകത്തേക്ക് പോകുന്ന ഒരു ഇസഡ് ആക്സിസ്. ആ ഇസഡ് ആക്സിസിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. That is in the direction is perpendicular to both
I and F. That is the direction of magnetic force F. ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എന്നാ പറഞ്ഞേ, ഒരു കണ്ടക്ടർ ഉണ്ട്, ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണ്. ലെറ്റ് I be the direction of the current. ഐക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സോ ഇത് ഏത് വേണം മതി. ഇപ്പൊ ഇങ്ങനെ ഇത് കൃത്യമായിട്ട് എഴുതുന്നില്ല. ഇത് I എഴുതാം, ഇത് B എഴുതാം, ഇത് F എഴുതാം, അങ്ങനെ മാറ്റി മറിച്ചൊക്കെ എഴുതാം കേട്ടോ. എല്ലാം തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കണം? 90 ഡിഗ്രി ഈച്ച് അതർ. ഓരോന്നും തമ്മിൽ I, B, EF, ഇത് മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇത് കറണ്ട്, ഇത് തമ്മിലുള്ള ആംഗിൾ എപ്പോഴും എത്രയായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ കറണ്ട് ഒഴുകുമ്പം ഒരു മാഗ്നറ്റിക് ഫീൽഡും അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ഡിവൈസുകളും ഉപയോഗിക്കുന്നത്. അപ്പൊ എന്നായും കറണ്ടിനെ ആദ്യം നമ്മൾ എന്നാക്കി മാറ്റും? കറണ്ടിനെ ഒരു സർക്കുലർ ലൂപ്പിലോട്ട് കടത്തിവിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഇതാണ് ഇങ്ങനെയാണ് പറയണത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും അല്ലെ മാഗ്നറ്റിക് ഫീൽഡിനകത്തോടെ ഒരു കറണ്ട് കടന്നു പോയാൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഹെഡിങ് പഠിച്ചില്ലായിരുന്നോ? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. കറണ്ട് തമ്പിന്റെ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ചുറ്റി വെച്ചിരിക്കുന്ന പറഞ്ഞ എലക്സേ, ഇഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് തം, കാന്തമണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും. കാന്തമണ്ഡലത്തിന്റെ ദിശയിലായിരിക്കും ബാക്കി വിരലുകൾ ചുരുണ്ടിരിക്കുന്ന ഈ വിരലുകൾ. ഓക്കെ, ഇവിടെ പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നോക്ക്, എന്റെ കൈയിലോട്ട് നോക്ക്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇവിടെ എന്റെ വിരൽ കണ്ടോ? വിരൽ കാണാമോ നിങ്ങക്ക് നന്നായിട്ട്? ഇല്ല. അതിനാ റേഞ്ച് കുറവുണ്ടോ? അയ്യോ, ഇപ്പൊ കാണാമോ? ഇത് തമ്പ്. ഇപ്പൊ കാണാം. ഇത് കാണാവോ? ചൂണ്ടുവിരല്. ഇത് നടുവ്. നീ പേന എടുത്തിട്ട് ഞാൻ ഈ മൂന്നെണ്ണത്തിൽ ഓരോ അക്ഷരം എഴുതുക. കമ്പയില് ഞാൻ F എന്ന് എഴുതി, ഈ ചൂണ്ടുവിരലയിൽ ഞാൻ B എന്ന് എഴുതി, അടുത്ത വിരലയിൽ ഞാൻ I എന്ന് എഴുതി. അത് നോക്കിയേ, 3 എണ്ണം എഴുതി വെച്ചേക്കാന്ന്. 1 F, 2 B, 3 I. എന്നാക്കി എഴുതിയേ? F എഴുതി, B എഴുതി, I. ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഓർത്താ പോരെ, അല്ലേ? ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ കേട്ടിട്ടില്ലേ? അതറിയത്തില്ലെന്ന് പറയാമല്ലോ. ഇതാണ് ഫ്ലെമിങ്സ് പറയുന്നത്. ഇതിപ്പം തമ്പ്. ഇതേതായിരുന്നു? ചൂണ്ടുവിരൽ അല്ലെങ്കിൽ 4 ഫിംഗർ. ഇത് നടുവിരൽ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. ഇനി എങ്ങനെയെങ്കിലും ഓർഡർ നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. If current flowing in the direction of the middle finger and a magnetic field, sorry, F ആയിരുന്നു ഫോഴ്സ്, B എന്നായിരുന്നു മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷനിൽ കറണ്ട് പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് 4 ഫിംഗറിന്റെ ഡയറക്ഷനിൽ പോകും. 4 ഫിംഗറിന്റെ ഡയറക്ഷനിൽ പോകും. തമ്പിന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ അങ്ങനെ ഓർത്താൽ മതി, ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഇല്ല വേറെ എടുത്തു, ഇനിയിപ്പോ മാറ്റി ഇത് I ആണല്ലേ. അപ്പൊ 3 ഓർത്താൽ മതി, F, B, I. കറണ്ട് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഫോഴ്സ്. ഇത് 3 perpendicular to each other ആയിരിക്കും. This is Fleming's left hand rule, page number 40. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 40 എടുത്തേ. അതിന്റെ അവസാനം ഒരു വയലറ്റ് കോളത്തിൽ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്.